സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 1ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനം ചോദ്യപേപ്പർ 2ാം ദിവസത്തിലെ മാതൃകാ ചോദ്യങ്ങളാണ്. അതിലെ 6ാമത്തെ പ്രവർത്തനം മിഴിയുടെ പൂന്തോട്ടം. ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. മക്കൾ അത് നന്നായിട്ട് കളറ് കൊടുത്ത് മനോഹരമാക്കണം. കളർ കൊടുക്കുമ്പോൾ പുറത്തേക്കൊന്നും ആകാതെ നല്ല ഭംഗിയായി കളർ കൊടുക്കുക. അതിനുശേഷം ആ പൂന്തോട്ടത്തിനെക്കുറിച്ച് നമുക്ക് കുറച്ച് എഴുതാനുണ്ട്. എന്തൊക്കെ എഴുതാം? പൂന്തോട്ടത്തിൽ ധാരാളം ചെടികളുണ്ട്. പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. പൂക്കളിൽ തുമ്പികൾ എത്തിയിട്ടുണ്ട്. പൂക്കളിലേക്ക് തേൻ കുടിക്കാൻ തേനീച്ച വരുന്നുണ്ട്. ചെടിയുടെ മുകളിൽ ഒരു പുഴു ഉണ്ട്, അല്ലെങ്കിൽ ചെടിയുടെ മുകളിൽ പൂമ്പാറ്റയുടെ ലാർവ ഉണ്ട് എന്നെഴുതാം. ഈ പുഴു എന്ന് പറയുന്നത് പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന ആ പുഴുക്കളെ വിളിക്കുന്ന പേരുണ്ട്. അതിനെയാണ് ലാർവ എന്ന് വിളിക്കുക. ഒന്നുകിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ചെടിയുടെ മുകളിൽ ഒരു പുഴു ഉണ്ട് എന്നെഴുതുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. 6ാമത്തെ പ്രവർത്തനം അത്രയേ എഴുതാനുള്ളൂ. കുറച്ച് സെൻറ്റൻസ് മക്കൾ എഴുതുക. നിങ്ങൾ ആ ചിത്രത്തിൽ എന്തൊക്കെയാണോ കാണുന്നത് അത് കൃത്യമായി കൂട്ടി എഴുതുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? കുറേ പുഴുവുണ്ട് അല്ലേ? പുഴുവുണ്ട്, ചെടികളുണ്ട്, തുമ്പിയുണ്ട്, തേനീച്ചയുണ്ട്, മരങ്ങളുണ്ട്. ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് ആ പ്രവർത്തനം അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ നോക്കുക, 2ാമത്തെ പ്രവർത്തനം, അതായത് നേരത്തെ കണ്ടിന്യൂവേഷനാണ്. ആദ്യത്തെ ദിവസത്തതിൻ്റെ തുടർച്ചയാണ് 2ാം ദിവസത്തിലെ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് പ്രവർത്തനം 7 എന്ന് കൊടുത്തിട്ടുള്ളത്. 2ാമത്തെ പ്രവർത്തനം ഇതാണ്. മഴ വന്നു. വരികൾ കൂട്ടിച്ചേർക്കണം. നമുക്കവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് കണക്കായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരികളും ഉണ്ട്. തന തന താന, തന തന താന, മഴ വന്നു തനതാന. അല്ലേ? ആദ്യത്തെ ചിത്രത്തിൽ മഴ പെയ്യുന്നതാണ് ചിത്രം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവിടെ ലൈൻസ് കൊടുത്തിട്ടുള്ളത്. തന തന താന, തന തന താന, മഴ വന്നു തനതാന. അടുത്തത് നോക്കിയാൽ എന്തിൻ്റെ ചിത്ര? ആടിൻ്റെ ചിത്രമല്ലേ? അപ്പോൾ എന്ത് എഴുതണം? നടന്നു എന്ന് അവിടെ കൊടുത്തിട്ടുമുണ്ടേ. അപ്പോൾ തന തന താന, തന തന താന, ആട് നടന്നു തനതാന എന്നെഴുതാം. വീണ്ടും അടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ഒരു ആമയുടെ ചിത്രമുണ്ട്, അതുപോലെ ഒരു പുഴുവിൻ്റെ ചിത്രമുണ്ട്. നമുക്ക് ആദ്യം ആമ വന്നു എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ? തന തന താന, തന തന താന, ആമ വന്നു തനതാന. അത്ര എഴുതുമ്പോഴത്തേക്ക് ലൈൻസ് അവിടെ തീർന്നിട്ടുണ്ട്. നമുക്ക് പുഴുവിൻ്റെയും കൂടെ വേണമെങ്കിൽ ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ പറയാം. തന തന താന, തന തന താന, പുഴു വരുന്നു തനതാന എന്നെഴുതാം. അടുത്ത പ്രവർത്തനം നോക്കിയേ, 8ാമത്തെ പ്രവർത്തനം. 8ാമത്തെ പ്രവർത്തനം ഇതാണ്. വലിയ പൂക്കൾ, ചെറിയ പൂക്കൾ. ആ ചിത്രം നോക്കുക. നമുക്ക് കുറച്ച് പൂക്കളുടെ ചിത്രം തന്നിട്ടുണ്ട്. താഴെ അതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. ആ പൂക്കളെ വലിയ പൂക്കളെന്നും ചെറിയ പൂക്കളെന്നും തരംതിരിക്കുകയാണ് വേണ്ടത്. വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലേക്കും വരച്ച് യോജിപ്പിക്കണം. മനസ്സിലായോ? പ്രവർത്തനം മനസ്സിലായോ? അപ്പോൾ വലിയ പൂക്കളായിട്ട് നമുക്കതിൽ എന്തൊക്കെ തോന്നുന്നുണ്ട്? ചെമ്പരത്തി പറയാം, സൂര്യകാന്തി പറയാം, താമര പറയാം അല്ലേ? അപ്പം ഇത് മൂന്നും തൽക്കാലം നമുക്ക് എൻ്റെ കൂട്ടത്തിൽ എഴുതാം, വലിയ പൂക്കളുടെ കൂട്ടത്തിൽ എഴുതാം. റോസിനെ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ചെമ്പരത്തി വെച്ച് നോക്കുമ്പോൾ റോസിന് സൈസ് കുറവല്ലേ? അപ്പോൾ അതുകൊണ്ട് റോസിനെ നമുക്ക് ചെറിയ പൂക്കളുടെ കൂട്ടത്തിൽ പെടുത്താം. അപ്പോൾ മുല്ല, റോസ്, തെച്ചി എന്നിവ ചെറിയ പൂക്കളുടെ കാറ്റഗറിയിലും ചെമ്പരത്തി, സൂര്യകാന്തി, താമര എന്നിവ വലിയ പൂക്കളുടെ കാറ്റഗറിയിലും നമുക്ക് പെടുത്താവുന്നതാണ്. മക്കൾക്കത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല ഭംഗിയായിട്ട് അതെഴുതുക, വരച്ച് യോജിപ്പിക്കുക. ഓക്കെ, വരയൊക്കെ വരക്കുമ്പോൾ ഒരു സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കുക. വെറുതെ വരച്ചിടാതെ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് ഭംഗിയായിട്ട് വരയ്ക്കുക. അടുത്ത പ്രവർത്തനം നോക്കിയേ, പറന്നു പറന്ന്. കുറച്ച് ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട് മക്കളെ. അതിൽ നിന്ന് പറക്കുന്ന ജീവികളെ ഒന്ന് റൗണ്ട് ചെയ്യണം. പറക്കാൻ പറ്റുന്ന ജീവികൾക്ക് എന്ത് ചെയ്യണം? വട്ടൂട്ട് കൊടുക്കണം. മക്കൾക്കറിയാം പറവകളാണ് പാറുന്നതെന്നല്ലേ? നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? പറവകൾ പാറുന്നുണ്ടല്ലേ, പക്ഷികൾ പാറും. അപ്പോൾ പറക്കുന്നവരെ കണ്ടെത്തി ഒന്ന് വട്ടൂടണം. ആരൊക്കെ ഉണ്ട്? ആദ്യത്തെ ചിത്രം എന്താ? ഒരു പരുന്തിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. പരുന്തിന് വട്ടൂട്ട് കൊടുക്കുക. 2ാമത്തെ ആളതാ നമ്മുടെ കാക്കക്ക് വട്ടൂട്ട് കൊടുക്കുക. പിന്നെ ആരാ ഉള്ളത് അതിൽ? മയിലുണ്ട്. വട്ടമിടുക അല്ലേ? അതിനെ വൃത്തത്തിലാക്കുക. പിന്നെ ഒരു തത്തയതാ 2ാമത്തെ ലൈനിൽ ഏറ്റവും ലാസ്റ്റ് ഒരു തത്തേനെ കൊടുത്തിട്ടതാ തത്തക്കും വട്ടൂടുക. അതുപോലെ ലാസ്റ്റ് ലൈനിൽ ഏറ്റവും ലാസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്?
ഒരു കുരുവിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതിനെയും എന്ത് ചെയ്യുക, വട്ടം വരച്ച് വെക്കുക. പക്ഷികളാണ് പാറുന്നത്, അപ്പോൾ അവയെ എന്ത് ചെയ്യുക, വട്ടത്തിലാക്കി വെക്കുക. പൂച്ച പാറി നടക്കുമോ? ഇല്ല. പൂച്ചക്ക് ചിറകുണ്ടോ? ഇല്ല. ആന പാറുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ആന പാറുന്നത് പറ്റൂല അല്ലേ? അപ്പോൾ ആനകൾ പാറുന്നില്ല, അപ്പോൾ ആനകൾ പറക്കുന്നില്ല. മുയൽ പറക്കുന്നില്ല, ആമ പറക്കുന്നില്ല. ആര് മാത്രമേ പറക്കുന്നുള്ളൂ? പക്ഷികൾ മാത്രമേ പറക്കുന്നുള്ളൂ. അപ്പോൾ അവയെ ഒന്ന് സർക്കിൾ ചെയ്യുക. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. പ്രവർത്തനം മഴക്കാഴ്ചകൾ. മക്കളൊരു ചിത്രം വരക്കണം. പെരുമഴ പെയ്ത് കഴിഞ്ഞ സമയമല്ലേ അല്ലേ ഇത്? അപ്പോൾ എല്ലാവർക്കും മഴക്കാലത്തിനെക്കുറിച്ച് വളരെയധികം അറിയാം. അപ്പം മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചിത്രം, മഴ പെയ്യുന്ന ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് ആ ചിത്രത്തിന് നന്നായിട്ട് നിറം കൊടുക്കുക, നല്ല ഭംഗിയിൽ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്ന ലൈൻസിന് പുറത്തൊന്നും പോവാതെ ഭംഗിയായിട്ട് മക്കൾ നിറം കൊടുത്ത് മനോഹരമാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രവർത്തനം. നല്ല ഭംഗിയിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. മക്കൾ നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.